فقد قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗപ്രവേശനത്തിന്റെ യഥാർത്ഥ മാർഗം തഖ്വയാണ് എന്ന് മനസ്സിലാക്കി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇംറുൽ ഖൈസ് അറേബ്യൻ ചരിത്രത്തിലെ പ്രഗത്ഭനായ കവിയും പ്രഗത്ഭനായ രാജാവും രാജകുമാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഹിജർ ബിനുൽ ഹാരിസ് അൽ കിന്ദി ബനു അസദ് ഗോത്രത്തിന്റെയും ബനു ഖത്ഫാൻ ഗോത്രത്തിന്റെയും രാജാവായിരുന്നു. തന്റെ നേതൃത്വം ബനി അസദ് ഗോത്രം അംഗീകരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടി വർഷാവർഷം അവരിൽ നിന്ന് അദ്ദേഹം നികുതി സ്വീകരിക്കാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ അനുസരണ പ്രഖ്യാപനം കൂടിയായിരുന്നു ആ നികുതി എന്ന് പറയുന്നത്. ഒരിക്കൽ ബനു അസദ് ഗോത്രത്തിനിടയിലും ഇംറുൽ ഖൈസിന്റെ പിതാവായിട്ടുള്ള ഹിജ്ർ ബിനുൽ ഹാരിസ് അൽ കിന്ദിയുടെയും ഇടയിൽ തർക്കമുണ്ടാവുകയും ആ തർക്കം വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ഹിജ്ർ ബിൻ ഹാരിസ് അൽ കിന്ദി വിജയം വരിച്ചു. വളരെ ക്രൂരമായ വിധത്തിൽ ബനു അസദ് ഗോത്രത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തു. അവരുടെയൊക്കെ നേതാക്കന്മാരെ അദ്ദേഹം ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല, കുറെ കാലങ്ങൾക്ക് ശേഷം ഹിജ്ർ ബിനുൽ ഹാരിസ് അൽ കിന്ദിക്ക് തന്റെ തടവുകാരായ ആളുകളോട് കരുണ തോന്നുകയും അവരെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ അവർ അദ്ദേഹത്തെ ചതിയിലൂടെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി എന്നതാണ് ചരിത്രം. രാജാവായിട്ടുള്ള ഹിജ്ർ ബിനുൽ ഹാരിസിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു ഇംറുൽ ഖൈസ് എന്നുള്ളത്. തന്റെ പിതാവിന് കുത്തേൽക്കുന്ന വേളയിൽ ഇംറുൽ ഖൈസിന്റെ പ്രായം 25 വയസ്സായിരുന്നു. 25 വയസ്സിന്റെ ചോരത്തിളപ്പിൽ ജീവിച്ചിരിക്കുന്ന വളരെ സുപ്രധാനമായ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു അത്. പക്ഷെ അദ്ദേഹം തന്റെ ഏതാനും ചില കൂട്ടുകാരുടെ കൂടെ കളിച്ച് മദ്യപിച്ച് ഇരിക്കുന്നതിനിടയിലായിരുന്നു, അങ്ങനെ ജീവിക്കുന്ന സന്ദർഭമായിരുന്നു അദ്ദേഹത്തിന്റെ 25 വയസ്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും നല്ല കാലഘട്ടം. മദ്യവും പെണ്ണും കൂടെ കവിതയും ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിച്ചിരുന്നത് എന്ന് അറബ് സാഹിത്യ ചരിത്രത്തിൽ നിന്നും ഇംറുൽ ഖൈസിനെ ആ അർത്ഥത്തിലാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. വഖൂഫൻ ബിഹാ സഹ്ബി അലയ്യ മതിയുഹും യഖൂലൂന ലാ തഹ്ലിക് അസൻ വതജമ്മലി വഇന്ന ശഖാഇ ഇബ്റതൻ മുഹറാകതൻ ഫഹൽ ഇൻദ റസ്മിൻ ദാരിസിൻ മിൻ മുഅവ്വലി. സ്ത്രീകളുടെ പിന്നാലെ നടക്കുക എന്നതായിരുന്നു ഇംറുൽ ഖൈസിന്റെ ഹോബി. എന്നാൽ സ്ത്രീകൾക്ക് അദ്ദേഹത്തെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല.
അയാൾ പ്രണയിക്കുന്നവരൊക്കെയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അറബി കവിതകളിലൂടെ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, തന്നെ വിട്ടുപോകുന്ന കാമുകിമാരെ ഓർത്ത് വ്യസനിക്കുകയും ദുഃഖിക്കുകയും കണ്ണീരൊലിപ്പിക്കുകയും അങ്ങനെ കവിത എഴുതുകയും ചെയ്യുക എന്നതായിരുന്നു കൈസിന്റെ ജീവിതം. പിന്നിൽ നിന്നും കുത്തേറ്റു വീണ ഇംറുൽ കൈസിന്റെ പിതാവ് ഹിജ്ർ ബിൻ അൽ ഹാരിസ് അൽ ഹിന്ദി അദ്ദേഹം മരണശയ്യയിൽ കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുന്ന ഹിജ്ർ ബിൻ അൽ ഹാരിസ് ഒരു സന്ദേശം ഒരുക്കിയിട്ട് പരിവാരങ്ങളിൽ ഒരാളോട് പറഞ്ഞു, ഖുദ് ഹാദൽ കിതാബ വമുറ ബിഹാ അലാ ജമീഇ ഔലാദി. ഈ സന്ദേശം എന്റെ ഓരോ മക്കളുടെയും അടുത്ത് നിങ്ങൾ എത്തിക്കണം. ഫഇൻ റഅയ്തഹു ജസഅ വബക ഫത്റുഖുഹു ഇലാ ഗൈരിഹി. ഹിജ്ർ ബിൻ അൽ ഹാരിസ് എന്ന ഞാൻ അവരുടെ പിതാവ് മരണപ്പെട്ട വിവരം നിങ്ങൾ അവരെ അറിയിക്കണം. ആ മരണവാർത്ത അറിഞ്ഞ് ആരെങ്കിലും പൊട്ടിക്കരയുന്നു, തേങ്ങിക്കരയുന്നു, പരിഭ്രാന്തനാകുന്നുവെങ്കിൽ അവനൊരിക്കലും ഈ സന്ദേശം കൊടുക്കരുത്. وَإِنْ رَأَيْتَ وَاحِدًا مِنْ أَبْنَائِي تَقْبَلُ الْخَبَرَ دُونَ أَنْ يَجْزِعَ فَادْفَعْ إِلَيْهِ سِلَاحِي وَوَصِيَّتِي. ഹിജ്ർ ബിൻ അൽ ഹാരിസ് എന്ന ഞാൻ മരണപ്പെട്ടതറിഞ്ഞ് ഒരു സങ്കോചവും കൂടാതെ ഒരു ഭയവുമില്ലാതെ എന്റെ മരണവാർത്ത സ്വീകരിക്കുന്ന ഏത് മകനാണോ ഉള്ളത് ആ മകന്റെ കയ്യിൽ ഈ വസിയ്യത്ത് നിങ്ങൾ ഏൽപ്പിക്കണം. എന്റെ ആയുധവും എന്റെ കുതിരയും ആ വസിയ്യത്തിനോടൊപ്പം നിങ്ങൾ ആ മകന് നൽകണം. ഹിജ്ർ അൽ ഹാരിസ് അയച്ച ആ സന്ദേശവാഹകൻ പുറപ്പെടുകയാണ്. മൂത്ത മകൻ നാഫിഇന്റെ അടുക്കലാണ് ചെന്നത്. നാഫിഇൽ നിന്നും തുടങ്ങി ഇളയ മകൻ ഇംറുൽ കൈസിന്റെ അടുത്തുവരെ ആ സന്ദേശം വന്നെത്തി. ആദ്യത്തെ 6 മക്കളും വിവരമറിഞ്ഞ് പരിഭ്രാന്തരായി തേങ്ങിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരുന്നു ആ സന്ദേശത്തോട് പ്രതികരിച്ചത്. ഇംറുൽ കൈസിന്റെ അടുത്തേക്ക് ദൂതൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ച് ചതുരംഗം കളിക്കുകയായിരുന്നു എന്ന് അറബ് സാഹിത്യ ഗ്രന്ഥങ്ങൾ ഹിജ്ർ ബിൻ അൽ ഹാരിസ് അൽ ഹിന്ദിയുടെ മരണവാർത്ത ഏറ്റെടുക്കുന്ന ഇംറുൽ കൈസിന്റെ സന്ദർഭത്തെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം. മദ്യപിച്ച് കൂത്താടി കിടന്നിരുന്ന ഇംറുൽ കൈസിന്റെ അടുക്കലേക്ക് ആ ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്, അന റസൂലു അബീക ഇലൈക്. നിന്റെ പിതാവാണ് എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചത്. ദൂതൻ വന്ന് ഈ വർത്തമാനം പറയുമ്പോഴും കൈസ് അതൊന്നും ഗൗനിച്ചില്ല. അദ്ദേഹം തന്റെ കളിയിലും മദ്യപാനത്തിലും തുടർന്നുകൊണ്ടേയിരുന്നു. പിതാവ് അയച്ച ദൂതൻ വീണ്ടും ഒരു വർത്തമാനം കൂടി പറഞ്ഞു, അബൂക്കൽ മലിക് ഹിജ്ർ ഖുത്ൽ. താങ്കളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടിട്ടും ഇംറുൽ കൈസിന് ഒരു സങ്കോചവുമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ അയാളുടെ പണിയിൽ അഭിരമിക്കുകയാണ്. അദ്ദേഹം ദൂതനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, കളി തുടർന്നുകൊണ്ടേയിരുന്നു. ദൂതൻ തിരിച്ചു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, അൽ യൗമ ഖംറുൻ വഗദൻ അംറുൻ. ഇന്ന് കുടിയുടെ ദിവസമാണ്. അത് കഴിയട്ടെ, പിന്നെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാവുന്നതാണ്. ഇന്ന് കുടിയുടെ ദിവസമാണ്. ചരിത്രം പറയുന്നു, തന്റെ പിതാവിന്റെ മരണവാർത്ത അറിയിക്കാൻ വന്ന ദൂതൻ ആ മരണവാർത്ത അറിയിച്ച് പിന്തിരിയുന്നതിന് മുമ്പേ ഇംറുൽ കൈസ് 7 പെഗ് കൂടി അടിച്ചു എന്ന് അറബ് സാഹിത്യ ചരിത്രത്തിൽ കാണാം. പിന്നീട് അദ്ദേഹം ലഹരിയിൽ നിന്ന് മുക്തനായി. പിതാവ് മരണപ്പെട്ട വാർത്ത, അതിന്റെ ഗൗരവം, തന്റെ പിതാവിന്റെ അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഗൗരവം ലഹരിവാദം മാറിയതിനു ശേഷം മാത്രമാണ് ഇംറുൽ കൈസിന് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം തന്റെ പിതാവിന്റെ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണിയെടുക്കുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അധികാരം, പിതാവിൽ നിന്നും ഊരി മാറ്റപ്പെട്ട അധികാരം തിരിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് ഇംറുൽ കൈസിനെ കാണുന്നത് ഹിജ്ർ ബിൻ അൽ ഹാരിസിന്റെ കരങ്ങളിലിരുന്ന അദ്ദേഹം അമർന്നിരുന്ന സിംഹാസനം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ട അധികാരത്തിന്റെ പേരിൽ കരയുന്ന ഇംറുൽ കൈസിനെയാണ് പിന്നീട് കാണുന്നത്. ബക്കാ സാഹിബി
ലമ്മാ റഅ الدرب دوننا وأيقن أن لا جفان بقيصر فقلت له لا تبكي عينك إنما تحاول ملكا أو نموت فنعذر. ഒരു കാലത്തും ഏതാനും ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തേങ്ങിക്കരഞ്ഞിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് അതുപേക്ഷിച്ച് ഗൗരവാർഹമായ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം തന്റെ ഗോത്രത്തെ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തിട്ട് പോലും ഇംറുൽ ഖൈസിന് തന്റെ പിതാവിലൂടെ നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാൻ സാധിക്കാത്തത്ര ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ അദ്ദേഹത്തിന്റെ ചെറിയ കാരണങ്ങൾ അദ്ദേഹത്തിന് പ്രേരകമായില്ല എന്നതാണ് ഇംറുൽ ഖൈസിന്റെ പരാജയം. ഇംറുൽ ഖൈസ് ആഹ്വാനം ചെയ്യുന്നത് യുദ്ധം ചെയ്യാൻ. അയാളുടെ ആഹ്വാനം ഒരു മനുഷ്യൻ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഇംറുൽ ഖൈസിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ പിന്നാലെ അണിനിരക്കുവാൻ തയ്യാറായില്ല എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അറബി ഭാഷയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തത്വമുണ്ട്, തഖയ്യർ മഅരികതക്. നിന്റെ യുദ്ധക്കളം തിരഞ്ഞെടുക്കേണ്ടത്, നിന്റെ യുദ്ധക്കളം ഒരുക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരു സമൂഹത്തിൽ നാം ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ സമൂഹത്തിൽ നാം ഇടകലർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, നാം ജോലി ചെയ്യുന്ന ഉദ്യോഗ മേഖലയുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഉമ്മയും വാപ്പയുമായി ബന്ധപ്പെട്ട്, സഹോദരന്മാരുമായി ബന്ധപ്പെട്ട്, അയൽക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആളുകളുടെ പ്രകൃതമനുസരിച്ച് നമ്മുടെയൊക്കെ ചിന്തയും നമ്മുടെയൊക്കെ സമയവും ബുദ്ധിയും ഒക്കെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കാറുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ചങ്കായി നടന്നിരുന്ന എൻ്റെ സുഹൃത്ത് എന്നോടത് പറഞ്ഞില്ലേ, എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇന്നത് പറഞ്ഞില്ലേ, എന്നാലും എൻ്റെ വാപ്പ എന്നോട് അത് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്നോട് എന്നെ വേറൊരു തരത്തിൽ കണ്ടല്ലോ, എന്റെ മരുമോൾ എന്റെ മുമ്പിൽ വന്ന് മര്യാദയില്ലാതെ വന്നിരുന്നില്ലേ, ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നിസ്സാരമെന്ന് തോന്നുന്ന വളരെ ലളിതമായ കാര്യങ്ങളെ പർവ്വതീകരിച്ച് അത് വലിയ വിഷയമായി അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചനാ നിമഗ്നനായി ഊണിലും ഉറക്കിലും അത്തരം വിഷയങ്ങൾ വേട്ടയാടിക്കൊണ്ട് ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ വ്യക്തിപരമായി നമ്മെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിരവധിയായ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഒരുപക്ഷെ നമ്മൾ അനുഷ്ഠിക്കുന്ന നമസ്കാരത്തിൽ പോലും അത്തരം ചിന്തകൾ, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മകളെക്കാളേറെ നമ്മോടൊരാൾ പറഞ്ഞത്, ഒരാൾ ചെയ്തത്, ഒരാൾ പെരുമാറിയത് ഒക്കെ നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അവസാനം ഒരു ചെറിയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് അത് വലിയൊരു പ്രശ്നമാക്കി തീർക്കും. അതാണ് അറബിയിൽ തഖയ്യർ മഅരികതക്. നാം നമ്മുടെ അധ്വാനം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ സമയം എവിടെയാണ് നാം ചിലവഴിക്കേണ്ടത് എന്നുള്ളത് നാം തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതൊരു കലയാണ് എന്നാണ് ഇംറുൽ ഖൈസിന്റെ ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള അറബി ജാഹിലിയത്ത്, ഇസ്ലാമിന് മുമ്പുള്ള കാലം അൽ അസ്റുൽ ജാഹിലി, അജ്ഞാത കാലഘട്ടം, വിവരമില്ലാത്ത കാലഘട്ടം എന്നാണ് ഇതിന് അറിയപ്പെട്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ പോലും 4 ജാഹിലിയത്ത് എന്ന പദം ആ കാലഘട്ടത്തിലെ ജനങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഖുർആൻ ആ കാലഘട്ടത്തെ അൽ അസ്റുൽ ജാഹിലി, ജാഹിലി കാലഘട്ടം എന്ന് പറഞ്ഞു എന്ന് പരിശോധിച്ചാൽ ആ സമൂഹത്തിലെ ആളുകൾ മുഴുവൻ നിസ്സാരമായ കാര്യങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞ് സമയവും അവരുടെ അധ്വാനവും അവരുടെ ബുദ്ധിയും ഒക്കെ ചെലവഴിച്ചിരുന്നവരായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അൽ അസ്റുൽ ജാഹിലി എന്ന് ആ സമൂഹത്തെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നൂറ്റാണ്ടുകളോളം, 3 നൂറ്റാണ്ടുകളോളം വിവിധങ്ങളായി യുദ്ധം നയിച്ചിരുന്നു അസ്റുൽ ജാഹിലി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ചിലപ്പോൾ ഒട്ടകം വെള്ളം കുടിക്കുന്ന ഒരു നീർക്കെട്ട്,
അല്ലെങ്കിൽ ഒട്ടകങ്ങൾ വെള്ളം കുടിച്ചിരുന്ന ഒരു ജലാശയത്തിന്റെ പേരിലായിരിക്കും തർക്കം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊട്ടകം അതിന്റെ മേച്ചിൽ പുറത്ത് നിന്ന് മറ്റൊരു കബീലയുടെ ഒട്ടകത്തിന്റെ മേച്ചിൽ പുറത്ത് ഒന്ന് മേഞ്ഞുപോയതായിരിക്കും അവരുടെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന, വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങളുടെ പോലും കാരണം. യൗമ സഫ്വാൻ എന്ന പേരിൽ ഒരു യുദ്ധമുണ്ട്. ബനു മാസിൻ ഗോത്രവും ബനു ഷൈബാൻ ഗോത്രവും, രണ്ട് പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ. ആ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഒരു ജലാശയം അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് സുദീർഘമായ കാലഘട്ടം, വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്തു. ഔസിന്റെയും ഹസ്റജിന്റെയും ചരിത്രം നമുക്കറിയാം. മദീനയിലെ പ്രബലമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങൾ ഔസും അൽ ഹസ്റജ്, 140 വർഷങ്ങൾ തുടർച്ചയായി ആ ഗോത്രങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് ഔസിന്റെയും ഹസ്റജിന്റെയും ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അറേബ്യൻ ജാഹിലിയത്തിലെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു യുദ്ധത്തിന്റെ പേര് മഅരിക്കത്തു ദാഹിസ് വൽ ഖബറാ എന്നാണ്. ദാഹിസ് എന്ന് പറയുന്നതും ഖബറാ എന്ന് പറയുന്നതും രണ്ട് കുതിരകളുടെ പേരാണ്. രണ്ട് കുതിരകളുടെ വിഷയത്തിൽ യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ 40 വർഷത്തോളം അവർ യുദ്ധം ചെയ്യുകയും നിരവധി ആളുകൾ ആ രണ്ട് കുതിര പ്രശ്നത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്ത ആ കുതിരയുടെ ആകെ വില 20 ദിർഹം മാത്രമായിരുന്നു എന്ന് അറബ് ചരിത്രം രേഖപ്പെടുത്തുന്നു. 20 ദിർഹം മാത്രം വിലയുള്ള രണ്ട് കുതിരകളുടെ പേരിൽ 40 വർഷത്തോളം ജാഹിലി അറബികൾ പരസ്പരം യുദ്ധം ചെയ്തു എന്ന് ജാഹിലിയത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്താണ് ഖുർആൻ ആ സമൂഹത്തിന്റെ മനോഗതിയെ ജാഹിലിയത്ത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആ കണ്ണാടി ഒന്ന് തിരിച്ചു വെച്ച് നോക്കിയാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ജാഹിലിയത്തുകൾ പോലും നമ്മൾ അകപ്പെട്ടു പോവാറില്ലേ എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ. എന്റെ സഹോദരൻ എന്നോട് എന്തോ പറഞ്ഞതാണ്, ഞാൻ അതിനെക്കുറിച്ച് പലതും ആലോചിച്ചു കൂട്ടി, എന്തിനായിരിക്കും അവൻ അതെന്നോട് പറഞ്ഞത്? എന്നാലും ഞാൻ അവന്റെ രക്തത്തിൽ പിറന്നതല്ലേ, അവൻ എന്നോടത് പറയാൻ പാടുള്ളൂ. എന്റെ അയൽവാസിയുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ആലോചിച്ചത് അത് പർവ്വതീകരിച്ച് അത് വലുതാക്കി ആ പ്രശ്നത്തെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് അതിനെ പലതിലേക്കും കണക്ട് ചെയ്ത് അതങ്ങനെ പറയാൻ പാടില്ല, അത് ഞാൻ മറ്റൊരാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്റെ ഭാഗത്ത് നിന്നു, മറ്റൊരാളോട് പറഞ്ഞപ്പോൾ എന്റെ അയൽവാസിയുടെ ഭാഗത്ത് നിന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അതൊരു വിശാലമായി, അതൊരു വലിയ പ്രശ്നമായി മാറുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നിസ്സാരമായ കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അപാരമായിട്ടുള്ള ആയുസ്, ആ സമയം, ആ ബുദ്ധി, അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജീവിതത്തെ നാശത്തിലേക്ക് എത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചരിത്രമുണ്ട്. റോമക്കാർ മുസ്ലിം നാടുകളിലേക്ക് ഒരു ജാസൂസിനെ, ഒരു ചാരനെ പറഞ്ഞയച്ചു. അവിടേക്ക് മുസ്ലിം നാടുകളിൽ ആക്രമണം നടത്താൻ പറ്റിയോ ആ സന്ദർഭമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി റോമയിലെ രാജാവ് ഒരു ജാസൂസിനെ, ചാരനെ ഇസ്ലാമിക നാട്ടിലേക്ക് അയക്കുകയാണ്. ആ ചാരൻ ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തിയിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ആ റോമക്കാരനായ ചാരൻ ഇസ്ലാമിക രാഷ്ട്രത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് തേങ്ങിക്കരയുകയാണ്. അയാൾ ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മാ യുബക്കി, എന്തിനാണ് മോനെ നീ ഇങ്ങനെ കരയുന്നത്? ആ കുഞ്ഞ് പറഞ്ഞു അത്രേ, റമയ്തു സഹ്മൻ ഫഅഖ്തഅതുൽ ഹദഫ്, ഞാനൊരു അമ്പെയ്തു, പക്ഷേ ആ അമ്പ് അത് ലക്ഷ്യത്തിലല്ല അത് ചെന്ന് പതിച്ചത്. ഫകൈഫ ഇദാ അഖ്തഅതുഹു ഫിൽ ജിഹാദ്, എനിക്ക് ഇതുപോലുള്ള വീഴ്ചകൾ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന വേളയിലെങ്ങാനുമാണ് ആ വീഴ്ച സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്നാലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞതാണ് എന്ന് റോമക്കാരനായ ആ ചാരനോട് കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു പറയുന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരു ചെറിയ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത് വലിയൊരു കാര്യത്തെ കുറിച്ചാണ്. തിഫ്ലുൻ സഗീറുൻ യുഫക്കിറു അൻ അംറിൻ അളീം,
ആ റോമക്കാരൻ അത്ഭുതത്തോടുകൂടി ഈ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു കൊച്ചു കുഞ്ഞു പോലും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ കാര്യത്തെക്കുറിച്ചാണല്ലോ എന്ന് അമ്പരന്നുകൊണ്ട് ഇസ്ലാമിക നാടിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചാണ് ആ കുഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ആ ചാരൻ അദ്ദേഹത്തിന്റെ സമുദായമായ റോമക്കാരുടെ അടുക്കലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞത്, മാലക്കും അലൈഹിം മിൻ താഖത്തിൽ ആൻ, ഇപ്പോൾ നിങ്ങൾക്ക് ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യാൻ ഒരു ത്രാണിയുമില്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. ആ നാട്ടിലെ ചെറിയ കുട്ടികൾ പോലും വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അവരുടെ ജീവിതം തള്ളി നീക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം റോമൻ രാജാവ് എന്താണ് സ്ഥിതിഗതികൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെത് എന്ന് അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി മറ്റൊരു ദൂതനെ കൂടി ആ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ ചാരൻ ഇസ്ലാമിക നാട്ടിലെത്തിയപ്പോൾ ഒരു യുവാവ് പുഴക്കരയിൽ തേങ്ങിക്കരയുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, മാബിക്, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? എന്താണ് താങ്കൾ കരയുന്നത്? അപ്പോൾ പുഴക്കരയിൽ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ പറഞ്ഞത്, ഹജറത്നി ഹബീബത്തി, എന്റെ കാമുകി എന്നെ തേച്ചു പോയിരിക്കുന്നു, അതിന്റെ പേരിലാണ് ഞാൻ വിങ്ങിപ്പൊട്ടിക്കരയുന്നത്. ഒരു വലിയ മനുഷ്യൻ, ഒരു രാജ്യത്തിന് കാവൽ നിൽക്കേണ്ടുന്ന ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ വിട്ടുപോയ കാമുകിയെ കുറിച്ചോർത്തുള്ള വിരഹഭാരത്താൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ചാരന് മനസ്സിലാവുകയും അദ്ദേഹം നേരെ തിരിച്ച് റോമക്കാരുടെ അടുത്ത് ചെന്ന്, രാജാവിന്റെ അടുത്ത് ചെന്ന്, നാട്ടുകാരുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അൽ ആൻ ഹുസൂഹും, ഇനി നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. നമ്മളൊക്കെയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളെ കുറിച്ചാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചാരൻ പറഞ്ഞത് ഇസ്ലാമിക സമൂഹത്തെ കീഴടക്കാൻ ഇതിനേക്കാൾ മറ്റൊരു മരുന്നില്ല, ഇതിനേക്കാൾ മറ്റൊരു സാഹചര്യമില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ, പടച്ചവൻ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എല്ലാം മാറ്റി നിർത്തി വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ അവഗണിച്ചു കളഞ്ഞുകൊണ്ട് സമയവും ബുദ്ധിയും കഴിവുമൊക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ചിലവഴിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ഈ ഉമ്മത്തിനെ നശിപ്പിക്കുവാൻ ഒട്ടും പ്രയാസമില്ല എന്നാണ് ചരിത്രം പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അവിടുന്ന് ഇന്നല്ലാഹ തആല യുഹിബ്ബു മആലിയൽ ഉമൂർ, അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം മഹത്തായ കാര്യങ്ങൾ, വലിയ ദൗത്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നിങ്ങളുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹ, അല്ലാഹു തആല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മഹത്തായ കാര്യങ്ങളും വലിയ ദൗത്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തലാണ്. വയക്റഹു സഫാസിഫഹ, ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ സമയം കളയുന്നത്, അനാവശ്യമായ ബ്ലോഗുകൾ ചെയ്യുന്നത്, കുടുംബത്തിലെ സ്വകാര്യതകൾ പുറത്തിടുന്നത്, സമൂഹത്തിൽ ലജ്ജാകരമായിട്ടുള്ള പ്രവണതകളെ തുറന്നിടുന്നത്, നിസ്സാരമായ വസ്തുക്കളെ നിങ്ങൾ അതിനെ തെളിച്ചു കൊണ്ടുപോകുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉമ്മത്തിനെ ഉപദേശിക്കുന്നിടത്ത് കാണാം, അലൈക ബിമആലിയൽ ഉമൂരി വകറായിമഹ, നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം, ഉന്നതമായ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. വത്തഖി റദായിലഹ വമാ സഫ്സഫ മിൻഹ, ചെറിയ കാര്യങ്ങളിൽ നിന്ന്, നിന്ദ്യമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. വിശുദ്ധമായ ഖുർആൻ ഈ പ്രവണതയെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല അതിനെ കുറിച്ചാണ് പറയുന്നത്. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനആ ബിജാനിബി വഇദാ മസ്സഹു അശ്ശർറു കാന യഊസ, എത്ര വലിയ അനുഗ്രഹങ്ങൾ, ഔദാര്യങ്ങൾ നാം മനുഷ്യന് ചെയ്തു കൊടുക്കുന്നു. എത്ര വലിയ കാര്യങ്ങൾക്ക് അവന്റെ മുമ്പിൽ എന്തെല്ലാം ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അവൻ എന്താണത് ചെയ്യാത്തത്? അവനതൊന്നും ചിന്തിക്കുകയില്ല, അതിനെ അവഗണിച്ചു കളയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി പ്രതിസന്ധികളുടെ മുമ്പിൽ നിരാശനായി മാറിപ്പോകുന്നുവല്ലോ മനുഷ്യൻ. അവൻ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിക്കുന്നുവല്ലോ. അവന്റെ അനുഗ്രഹത്തെ, ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവൻ വിസമ്മതം കാട്ടുന്നുവല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്,
ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീൽ. ഓരോരുത്തരും അവരുടെ നിലവാരമനുസരിച്ചാണ് അവരുടെ അമലുകൾ ചെയ്യുക. നാമൊക്കെയും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ നിലവാരം എന്താണോ ആ നിലവാരത്തിനനുസരിച്ചാണ് നാം അമലുകൾ ചെയ്യുക. നമ്മളുടെ അമലുകൾ അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ നിലവാരം അളക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മളുടെ വലിപ്പം അറിയേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ വലിപ്പം അറിയണമെങ്കിൽ നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി എന്നതാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിസ്സാരമായ പ്രശ്നങ്ങൾ, രണ്ടു പേർക്കിടയിലെ പ്രശ്നങ്ങൾ, അയൽപക്കത്തെ പ്രശ്നങ്ങൾ, ഇതാണ് നിങ്ങളുടെ തലയിൽ എന്നും കയറി കിടക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വില എന്ത്, നിങ്ങളുടെ നിലവാരം എന്ത് എന്നളക്കാൻ നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളെ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതിയാകും എന്നതാണ് വിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അലാ ഖദ്രി അഹ്ലിൽ അസ്മി തഅതിൽ അസായിമു വതഅതി അലാ ഖദ്രിൽ കിറാമി മകാരിമു വതഅലുമു ഫീ ഐനിസ് സഗീരി സിഗാറുഹാ വതസ്ഗുറു ഫീ ഐനിൽ അളീമിൽ അളായിമു. നിങ്ങൾക്ക് നിസ്സാരമായ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പൊട്ടുകൾ, ചെറിയ ചെറിയ അടലുകൾ, അത് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ജീവൽ പ്രശ്നമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെറുതായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നമായി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ ഭൂമി ലോകത്തെ ചെറിയ മനുഷ്യരാണ് എന്നതാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളെ പോലും നിസ്സാരമായി നേരിടാനാണ് നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിന്റെ ആശയമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ആദരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ്, നമ്മൾ നമുക്കൊരു വിലയിടുന്നില്ല എന്നതിന്റെ തെളിവ്, നിസ്സാരമായ കാര്യങ്ങളിൽ നമ്മൾ എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇംറുൽ ഖൈസിന് സംഭവിച്ചത് അതാണ്. തന്റെ പിതാവ് മരണപ്പെട്ടു എന്നത് മാത്രമല്ല, വർഷങ്ങളായി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന അധികാരം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ പോലും ഗൗരവതരമായ കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാതെ, ഗൗരവതരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ താഴ്ന്ന കാര്യങ്ങളിൽ അഭിരമിച്ച ഇംറുൽ ഖൈസിന് സംഭവിച്ചത് പിതാവിന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തന്റെ പിതാവിന് ശേഷം രാജകുമാരനായി വാഴാനുള്ള വലിയ അവസരം ഇംറുൽ ഖൈസിന് നഷ്ടപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പിന്നാലെ അദ്ദേഹം ചിന്തിച്ചു, ഗൗരവാർഹമായ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ പരാജയപ്പെട്ടു. ഇദാ ഗാമർത ഫീ ശറഫിൻ മുറൂമിൻ, ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്നുവെങ്കിൽ ഫലാ തഖ്ന ബിമാ ദൂനൻ നുജൂമി, നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ സ്റ്റാർ ആയിരിക്കണം. നക്ഷത്രത്തിന്റെ കൂടെ ചെന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നക്ഷത്രങ്ങൾ ആകാശത്തിലാണ് നിലകൊള്ളുന്നത്. താഴെ നിൽക്കുന്ന വസ്തുക്കളെ നക്ഷത്രങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് കാണാനുള്ള ഔന്നത്യബോധം വിശ്വാസികൾക്ക് ഉണ്ടാവണം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ആ ഔന്നത്യത്തിന്റെ ബോധം മനുഷ്യനുണ്ടാവണം എന്നിടത്തു നിന്നാണ് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പോലും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഫതുഅമുൽ മൗതി ഫീ അംറിൻ സഗീറിൻ കതുഅമിൽ ഫൗതി ഫീ അംറിൻ അളീമിൻ, മരണത്തിന്റെ വേദന എല്ലാവർക്കും തുല്യമാണ്. നിങ്ങൾ ഒരു വേലിയുടെ പേരിൽ പരസ്പരം കലഹമുണ്ടാക്കി മരണപ്പെട്ടാലും, ഒരു രാജ്യം കീഴടക്കുന്നതിന് വേണ്ടി ആ മാർഗത്തിൽ യുദ്ധം ചെയ്ത് നിങ്ങൾ മരണപ്പെട്ടാലും മരണത്തിനെല്ലാം ഒരു വേദനയാണ്. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മരിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കവി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ദുൽമ് എന്നൊരു പദപ്രയോഗം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ പദപ്രയോഗങ്ങളിൽ കടന്നു വരാനുള്ള പദമാണ് ദുൽമ് എന്ന പദം. പണ്ഡിതന്മാർ എന്താണ് ദുൽമ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അവർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, വദഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, ഒരു വസ്തുവിനെ, ഒരാശയത്തെ, ഒരു പ്രശ്നത്തെ അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനാണ് ദുൽമ് എന്ന് പറയുക. നിസ്സാരമായ കാര്യങ്ങൾക്ക് വലിയ പരിഗണന നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ, രാജ്യത്തെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന, ജീവനെ ബാധിക്കുന്ന വിഷയങ്ങളെ വളരെ നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ
അത് ദുൽമാണ് എന്നതാണ് വിശുദ്ധമായ ഖുർആന്റെ സമീപനം. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളെ പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളോട് സ്വർഗത്തെ ചോദിക്കണമെന്ന് പറഞ്ഞെടുത്ത് പ്രവാചകൻ ആ സമീപനം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ സ്വർഗമല്ല ചോദിക്കേണ്ടുന്നത്, നിങ്ങൾ സ്വർഗത്തിലെ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മൾ സ്വർഗത്തെ ചോദിക്കുന്നിടത്ത് പോലും ഏത് ഔന്നത്യത്തിലാണ് നമ്മളെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നാണ്. മഹാനായ സഹാബി വര്യൻ പ്രവാചകനോട് ഒരു ആഗ്രഹം പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് എന്ത് വേണം റബീഅ എന്ന് ചോദിക്കുമ്പോൾ റബീഅ എന്ന സഹാബി പറയുന്നത്, പ്രവാചകരെ, എനിക്ക് ഭൗതികമായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ താങ്കളുടെ മുമ്പിൽ പറയണമെന്നുണ്ട്. വീടില്ലാത്ത ആളാണ് ഞാൻ, സമ്പത്തില്ലാത്ത ആളാണ് ഞാൻ, ഭൗതികമായ ഒരു സൗകര്യവും ഇല്ലാത്ത, എല്ലാം കൊണ്ടും അനാഥനായ പ്രവാചകന്റെ പള്ളിയിലെ സുഫയിലെ തിണ്ണവാസികളിൽ ഒരാളായിരുന്നിട്ടും റസൂലെ, എനിക്കിഷ്ടം താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കലാണ് എന്ന് പറഞ്ഞ റബീഅയുടെ സ്വന്തത്തിന് വിലയിടുന്ന, സ്വന്തത്തിന് മാർക്കിടുന്ന ഒരു മനുഷ്യനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗമല്ല ചോദിക്കേണ്ടുന്നത്, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹാ ഔസതുൽ ജന്ന. അത് സ്വർഗത്തിന്റെ മേൽഭാഗമാണ്, അത് മധ്യഭാഗമാണ്. വഅലൽ ജന്ന. സ്വർഗത്തിന്റെ ഏറ്റവും ഔന്നത്യമാണ് ഫിർദൗസ്. വഫൗഖഹു അർശുർ റഹ്മാൻ. അതിന്റെ മീതെയാണ് പരമകാരുണ്യവാനായ അല്ലാഹുവിന്റെ സിംഹാസനമുള്ളത്. വമിൻഹു തഫ്ജുറു അൻഹാറുൽ ജന്ന. അവിടെ നിന്നാണ് സ്വർഗീയ നദികളൊക്കെ ഉറവ പൊട്ടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ ആ വർത്തമാനം അവസാനിപ്പിക്കുന്നത്. ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്ത്രീയുണ്ട് വിശുദ്ധ ഖുർആനിൽ, ആസിയ ബീവി. ആസിയ ബീവിയുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് കാണാം. പടച്ചവനെ, എനിക്ക് സ്വർഗം നൽകണമേ എന്നല്ല ആസിയ ബീവിയുടെ പ്രാർത്ഥന. ഇംറഅത്തു ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എനിക്ക് മാത്രമായി സ്വർഗത്തിൽ നീ ഒരു മാളിക പണിതു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ തന്റെ ഔന്നത്യബോധം വെളിവാക്കുന്ന പ്രാർത്ഥന ആസിയ ബീവി അദ്ദേഹത്തിൻ്റെതായ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മൂസാ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ കിട്ടിയ ഒരു സന്ദർഭത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ലോകത്താർക്കും അത്തരം ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അത്രമേൽ ധൈര്യപൂർവ്വം പടച്ചവന്റെ മുമ്പിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിക്കാൻ മൂസാ നബിക്കല്ലാതെ മറ്റൊരു പ്രവാചകനും സാധ്യമല്ലാത്ത വണ്ണം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവന് മുമ്പിൽ കിട്ടിയ സന്ദർഭത്തിൽ, പടച്ചവനെ, എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്നല്ല പറഞ്ഞത്. ദുനിയാവിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവൽ തന്റെ ശരീരത്തെയും തന്റെ ആത്മീയ ജീവിതത്തെയും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കിട്ടിയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വകല്ലമഹു റബ്ബുഹു. റബ്ബ് അദ്ദേഹത്തോട് സംസാരിച്ചു. ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. പടച്ചവനെ, എനിക്ക് നിന്നെ കാണണമെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, മൂസയായിട്ട് പോലും, മൂസാ നബി ഒരു പ്രവാചകനായിരിക്കെ ഒരു മനുഷ്യനെ യാദൃശ്ചികമായി അദ്ദേഹം ഒന്ന് പിടിച്ചപ്പോൾ, അദ്ദേഹം ഒന്ന് കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കെ റബ്ബിന്റെ മുമ്പിൽ ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭത്തെ വളരെ ഔന്നത്യബോധത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് റബ്ബി അരിനി അൻദുർ ഇലൈക്. പടച്ചവനെ, എനിക്ക് നിന്നെ കാണണമെന്നാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പടച്ചവനെ, എനിക്ക് അധികാരം നൽകണമേ എന്നല്ല. കാറ്റുകളുടെയും ജിന്നുകളുടെയും ലോകം മുഴുവൻ അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ കഥ പറയുന്നിടത്ത് ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വഹബലി മുൽക്കൻ, എനിക്ക് അധികാരം നൽകണമേ. ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. ലോകത്താർക്കും ഇല്ലാത്ത അധികാരം നീ എനിക്ക് നൽകണമേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതിന്റെ, തനിക്ക് വിലയിടാവുന്നതിന്റെ മാക്സിമം ലെവൽ വിലയിട്ടുകൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യമാണ്, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. നിസ്സാര കാര്യങ്ങളല്ല നമ്മുടെ ലക്ഷ്യം, നിസ്സാരമായ കാര്യങ്ങളല്ല നമ്മുടെ ചിന്തകളെ മതിക്കേണ്ടുന്നത്.
വലിയ വലിയ കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിനെ മതിക്കേണ്ടത് എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാണ് എന്റെ സഹോദരന്റെ ഷെറിൽ നിന്ന്, എന്റെ അയൽവാസിയുടെ ഷെറിൽ നിന്ന് എന്നെ കാക്കണമേ, എന്റെ വീടിന്റെ വഴിയടച്ചവന് നീ തലമണ്ടയ്ക്ക് കൊടുക്കണമേ എന്ന നിസ്സാരമായ പ്രാർത്ഥനകളിലാണ് നമ്മുടെയൊക്കെ ചിന്തകളും നമ്മുടെയൊക്കെ ഓർമ്മകളും നമ്മുടെ ജീവിതത്തിലെ ജീവൽ പ്രശ്നമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് എങ്കിൽ ഇത് വിശ്വാസികൾ നിൽക്കേണ്ട മക്കാമല്ല, വിശ്വാസികളുടെ നിലപാടിതല്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ നിലവാരം എന്താണ് എന്ന് നമ്മളെ അറിയിക്കുന്നത് നമ്മൾ എന്തിൽ ഇടപെടുന്നു, നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഉയർന്ന കാര്യങ്ങളാണെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരും, സമൂഹത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവസാനിക്കും. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ, ചെറിയ ചെറിയ കാര്യങ്ങളെ തുടർന്ന് കണ്ണ് ചിമ്മി മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളൊക്കെയും പരിഹരിച്ച് നാളെ ഫിർദൗസിന് വേണ്ടി പടച്ചവനോട് ചോദിക്കാനുള്ള ഔന്നത്യബോധത്തിന്റെ ഉടമകളായി നമുക്ക് മാറാൻ കഴിയും. ആ അർത്ഥത്തിൽ റബ്ബിനോട് എന്നും ഫിർദൗസിന് ചോദിക്കുന്ന, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന, നിസ്സാരമായ കാര്യങ്ങളെ അതിന്റെ പാട്ടിന് വിടുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.